മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. ഉത്സവങ്ങളും ആഘോഷങ്ങളും സൗഹൃദ കൂട്ടായ്മയായി മാറണമെന്ന് മന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഒക്കെ അടയാളങ്ങളായി കൂടിയാണ് നമ്മുടെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവ ഏറ്റവും മികവാർന്ന നിലയിൽ ഏറ്റവും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാകുക എന്നുള്ളത് ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ്. തീർച്ചയായും കോടതി ഉത്തരവാദപ്പെട്ട നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യജീവന് അപായമുണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരേണ്ടി വരുന്നത്. പക്ഷെ എത്രയോ തലമുറകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മൾ അനുശീലിച്ചു പോരുന്ന ആ സാംസ്കാരിക സവിശേഷതകളുടെ ഭാഗമായിട്ടാണ് എഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് വളരെ ബാലൻസ്ഡായ രീതിയിൽ തന്നെ ഏറ്റവും സംയമനത്തോടെ ഏറ്റവും കൃതഹസ്തതയോടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ പരിപാടികൾ മുൻകാല പ്രതാപത്തോടെ ചാരുതയോടെ തന്നെ സംഘടിപ്പിച്ചെടുക്കാൻ തീർച്ചയായും ജനപ്രതിനിധികളും ജനനേതാക്കളും ഒക്കെ വളരെ ജാഗ്രതയോടെ ഉത്തരവാദിത്ത പൂർണ്ണതയോടെ ഇടപെടേണ്ട ആവശ്യമാണ് ഈ സന്ദർഭം നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ MLA അടക്കമുള്ളവരുടെ ആശങ്കകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനപ്രിയമായ രീതിയിൽ തീരുമാനങ്ങൾ വരുന്നതിന് സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും ഒപ്പമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വൈകി വന്നതിൽ നിങ്ങളെല്ലാവരോടും നിരുപാധികം മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് ഇന്ന് പരിപാടി ആരംഭിച്ചത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 9-10 പരിപാടികൾക്ക് ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരിപാടിക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ തന്നെ 7 മണിക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളത് ഞാൻ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഈ വൈകിയ വേളയിലും നിങ്ങളെ ഇവിടെ ഇങ്ങനെ കാത്തു നിർത്തേണ്ടി വന്നതിലല്ല അങ്ങേയറ്റത്തെ അപരാധബോധത്തോടു കൂടി തന്നെ നമ്മുടെ എക്സിബിഷന്റെ ഉദ്ഘാടനം നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു. അഭിവാദ്യം. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. എന്തൊക്കെ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായാലും ഈ കൂട്ടായ്മ നമുക്ക് ശക്തിയായി കൊണ്ടുപോകുന്നതിന് പിന്നിയിരിക്കുന്ന എല്ലാവരുടെയും സഹായം തീർച്ചയായും ഉത്രാളിക്കാവ് പൂരം അതിൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ തന്നെ അതിൻ്റെ മാറ്റു കുറയാതെ നടക്കും എന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയ ഒരു സാഹചര്യം കൂടിയാണ്. ഇനിയും 3 കേസ് കൂടി നമുക്ക് തീർക്കേണ്ടതുണ്ട് എന്നിവിടെ നമ്മുടെ ഇതര വെടിക്കെട്ടിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. 3 കേസ് കൂടി നമുക്ക് തീർപ്പായി ലഭിക്കേണ്ടതുണ്ട്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് TP ഗിരീശൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, സെക്രട്ടറി PN ഗോകുലൻ, ഫാദർ തോമസ് തരകൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ആക്സ് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, നഗരസഭാ കൗൺസിലർമാരായ MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, ജമീല ബി, അജി, സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പങ്കെടുത്തു. വാഴാനി റോഡിൽ പ്രത്യേകം സ്വച്ഛമാക്കിയ സ്ഥലത്താണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏറെ ആകർഷണമാണ് ഈ വർഷത്തെ പ്രദർശനം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.